മോറാഴ കുളിച്ചാലിൽ ബംഗാൾ സ്വദേശി ഇസ്മയിലിനെ ഒപ്പം താമസിക്കുന്ന സുജയ് കുമാർ കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തതായി സൂചന. 4 ദിവസം മുമ്പ് തന്നെ ഇതിനായി സുജയ് കുമാർ വെട്ടുകത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഞായറാഴ്ച കൊലപാതകം നടത്തി ട്രെയിൻ മാർഗം രക്ഷപ്പെടാൻ ശ്രമിച്ച സുജയ് കുമാറിനെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കുളിച്ചാലിലെ ദാമോദരൻ എന്നയാളുടെ കടയിൽ നിന്നാണ് സുജയ് കുമാർ വെട്ടുകത്തി വാങ്ങിയത്. താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും നാട്ടിൽ ഇവിടത്തെ പോലുള്ള കത്തി ലഭിക്കില്ലെന്നും പറഞ്ഞായിരുന്നു വെട്ടുകത്തി ഇയാൾ വാങ്ങിയത്. 10 വർഷമായി പ്രദേശത്ത് കോൺക്രീറ്റ് മേസ്ത്രിയായി ജോലി ചെയ്യുന്ന ആളാണ് കൊല്ലപ്പെട്ട ഇസ്മയിൽ. 4 മാസം മുൻപാണ് സുജയ് കുമാർ ജോലിക്കെത്തിയത്. ഇയാളും പശ്ചിമബംഗാൾ സ്വദേശിയാണ്. ഏതാനും ദിവസം മുമ്പ് ഇസ്മയിലും സുജയ് കുമാറും തമ്മിൽ തൊഴിൽ സംബന്ധമായ പ്രശ്നത്തിൽ വാക്കേറ്റം നടന്നിരുന്നു. കോൺക്രീറ്റിനുള്ള കമ്പി അളവ് തെറ്റിച്ച് മുറിച്ചത് ഇസ്മയിൽ ചോദ്യം ചെയ്തതാണ് വാക്കേറ്റത്തിനിടയാക്കിയത്. വാക്കേറ്റത്തിനിടയിൽ ഇസ്മയിൽ സുജയ് കുമാറിന്റെ മാതാപിതാക്കളെ പേരെടുത്ത് ചീത്ത പറഞ്ഞത് പകയായി സുജയ് കുമാർ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. 4 ദിവസം മുൻപ് സുജയ് കുമാർ ജോലിക്കും എത്തിയില്ല. ഇതേ തുടർന്ന് ഇസ്മയിൽ താമസ സ്ഥലത്തെത്തി സുജയ് കുമാറിന്റെ മുറിക്ക് തട്ടി വിളിച്ചിരുന്നു. അന്നും വാക്കേറ്റമുണ്ടായി. സുജയ് കുമാർ ജോലിക്ക് വരാത്തത് കാരണം മറ്റു ചിലർക്ക് ജോലിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നതിനെ ചൊല്ലിയായിരുന്നു വാക്കുതർക്കം. അന്ന് തന്നെ ഇസ്മയിലിനെ കൊല്ലാൻ പദ്ധതിയിട്ട് വാക്കത്തി വാങ്ങി വെക്കുകയായിരുന്നു ഇയാൾ. ഞായറാഴ്ച രാത്രി 7:45 കൊലപാതകം നടന്നത്. കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ ഇസ്മയിലും ഗ്രൗണ്ട് ഫ്ലോറിൽ സുജയ് കുമാറുമാണ് താമസം. ഇസ്മയിൽ താമസിക്കുന്നതിന് തൊട്ടുമുകളിൽ ആൾ താമസമില്ലാത്ത ഒരിടമുണ്ട്. ഞായറാഴ്ച അവിടെ ഒരു കസേരയിൽ ഇരുന്ന് ഇസ്മയിൽ ഫോൺ വിളിക്കുന്നത് സുജയ് കുമാർ ശ്രദ്ധിച്ചിരുന്നു. ഫോൺ വിളി കഴിഞ്ഞ് ഇസ്മയിൽ കസേരയിൽ വിശ്രമിക്കുമ്പോൾ വാക്കത്തിയുമായി എത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. തുടർന്ന് സുജയ് കുമാർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇസ്മയിൽ വെട്ടേറ്റ് വീണ സ്ഥലത്ത് അതിഥി തൊഴിലാളികൾ തുണി ഉണക്കാൻ ഇടാറുണ്ട്. മഴ പെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ തുണിയെടുക്കാൻ എത്തിയപ്പോഴാണ് ഇസ്മയിലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വെട്ടുകത്തി വാങ്ങിയ ദാമോദരൻ തന്നെയാണ് ഇസ്മയിൽ കൊല്ലപ്പെട്ട വിവരമറിഞ്ഞതോടെ ഓട്ടോ ഡ്രൈവർ മനോജിനെ വിളിച്ച് വിവരം പറഞ്ഞത്. ഇതാണ് കൊലയാളി പോലീസ് പിടിയിലാകാനിടയായത്. സംഭവം ഇതിന്റെ മുകളിൽ നടന്ന സംഭവമൊന്നും നമ്മൾ അറിയുന്നില്ല. ഒരു ഒച്ചപ്പാടോ ഒരു ബഹളവും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇങ്ങനെ ഒരു പരസ്പരം എന്തോരം പിടിയോ അടിയോ ഉണ്ടാകുമ്പോൾ ലഹളി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടില്ല. നമ്മൾ കുറേ ആളുണ്ടായിന് ആദ്യം. പിന്നെ ഇവരെല്ലാം പോയതിന് ശേഷമാണ് ഇങ്ങനെ ഇത് കേൾക്കുന്നത്. എന്നിട്ട് പള്ളിയിൽ അവരെല്ലാം പാഞ്ഞു അപ്പോൾ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ആളെല്ലാം വിളിച്ചു പറഞ്ഞു. നാട്ടുമാസ്റ്റർ കൗൺസിലറാണ്. നാട്ടുമാസ്റ്റർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കാര്യം നടന്നിട്ടുണ്ട്, എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അവരെല്ലാം വന്ന് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തു. സംഭവ സ്ഥലത്ത് ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. മൃതദേഹം പരിയാരത്ത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇസ്മയിലിന്റെ സ്വദേശത്തേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.